പുല്ലുകുളങ്ങര നാട്ടരങ്ങ് നാടക പഠന കേന്ദ്രത്തിന്റെ 4ാമത് നാടകോത്സവം സമാപിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നാടക പഠന കേന്ദ്രം ചെയർമാൻ വൈ രാജീവ് അധ്യക്ഷത വഹിച്ചു. നാട്ടരങ്ങ് നാടക പഠന കേന്ദ്രത്തിന്റെ 4ാമത് നാടകോത്സവം പുല്ലുകുളങ്ങരയിൽ സമാപിച്ചു. 5 ദിവസങ്ങളായി നടന്ന നാടകോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നാട്ടരങ്ങ് നാടക പഠന കേന്ദ്രം ചെയർമാൻ വൈ രാജീവ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ അശോകൻ രാമാനുജൻ സ്വാഗതം രേഖപ്പെടുത്തി. യോഗം കരുനാഗപ്പള്ളി MLAയും നാടക ആസ്വാദകനുമായ CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഡോക്ടർ GS പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യ അതിഥിയായി പ്രസിദ്ധ സിനിമാ നടൻ പ്രബോധ് വെളിയനാട് പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ PhD നേടിയ പ്രണവ് ജീവൻ, സതീഷ് ചന്ദ്രൻ, റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയ നിഖിൽ A. കൃഷ്ണ എന്നിവരെ GS പ്രദീപ് ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച അമ്പച്ചർ നാടക മത്സരത്തിൽ മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ അവാർഡുകൾ കരസ്ഥമാക്കിയ മാടൻ മോക്ഷം എന്ന നാടകം അരങ്ങേറി. സമാപന സമ്മേളനം ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് K. ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുനിൽകുമാർ, അധ്യാപകനും നാടൻപാട്ടിന്റെ പ്രചാരകനുമായ പുന്നപ്ര ജ്യോതികുമാർ എന്നിവർ പങ്കെടുത്തു. തെണ്ടാടി വന്ന വെള്ളക്കാർക്കുണ്ടാകുമോ കരുണ ഞങ്ങളിൽ എന്തുകൊണ്ടും എന്നെഴുതിയ മനുഷ്യൻ തന്നെ പിന്നീട് മറ്റൊരു കവിത എഴുതി. അദ്ദേഹത്തിന്റെ പേര് T. സുബ്രഹ്മണ്യൻ തിരുമുൻപ് എന്നാണ്. TS തിരുമുമ്പ് എന്നാണ്. TS തിരുമുമ്പിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതയിലെ വരികൾ ആരാ പറയുക? ഒരു സമ്മാനം തരാം. നിങ്ങൾക്കെല്ലാം അറിയാമ വരികൾ എന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. TS തിരുമുമ്പിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതയിലെ വരികൾ നിങ്ങൾക്ക് പക്ഷേ അറിയാവുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ മനുഷ്യനാകുന്നതാണ് ഏറ്റവും മഹത്തായ സംസ്കാരമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരാളത് ഉച്ചത്തിൽ മുഴക്കിയപ്പോഴാണ്. മരണത്തിന്റെ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപിലുള്ള കാലങ്ങളിൽ ഒന്നിലൊരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉച്ചത്തിൽ TS തിരുമുമ്പിന്റെ ആ വരികൾ പറഞ്ഞു: തല നരയ്ക്കുവതല്ലെന്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലെന്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുൻപിൽ തല കുനിക്കാത്തതാണ് യുവത്വം എന്ന് പറഞ്ഞത് ആരാണ്? സഖാവ് VS അച്യുതാനന്ദനാണ്. സഖാവ് VS ആ കവിതകൾ എഴുതിയ തിരുമുമ്പാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങി ഭാസ്കരൻ മാഷും അങ്ങ് തിരുമുമ്പും എന്നിങ്ങനെ എഴുത്തുകാർക്ക് നേരെ കടുത്ത പ്രതിരോധം തീർക്കുവാൻ ഭരണവർഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പൊരുതിയതിന്റെ പേരാണ് നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നാടകാസ്വാദകരാണ്. അങ്ങനെയാണ് ഈ ബന്ധവും പരിചയവും ഒക്കെ ഇവിടെ വരെ എത്തിച്ചത്. നാടകം ജീവനുള്ള കലയാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മാടൻ മോക്ഷം അതൊരു വലിയ സംഭവമാണ്. ശ്രീ പ്രമോദ് വെളിയനാട് എന്ന് പറയുന്ന ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ള സിനിമാ നടനായിട്ടും താൻ ചവിട്ടിക്കേറിയ നാടകത്തെ പുറംകാലുകൊണ്ട് തൊഴിക്കാതെ ജയമോഹനൻ എന്ന് പറയുന്ന തമിഴ് എഴുത്തുകാരൻ്റെ കാന്താരി സ്വല്പം മതി എരിവ് കൂടുതലാണെന്ന് പറയുന്നത് പോലെ 10-60 പേജുള്ള അദ്ദേഹത്തിൻ്റെ മാടൻ മോക്ഷം എന്ന കൃതിയെ നാടകമാക്കി രംഗത്ത് അവതരിപ്പിക്കുക. അത് ഞാൻ 19 വയസ്സിൽ ഇങ്ങനെ വായിച്ചു നോക്കിയ കഥയാണ്. 22 വയസ്സിൽ വായിച്ചു നോക്കിയതാണ്. 43 വയസ്സിൽ വായിച്ചു നോക്കിയതാണ്. പക്ഷെ അത് ഇങ്ങനെ പറയാൻ പറ്റിയ രീതിയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. ഉറുവിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്നാണ് ആ കഥ. ആ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇരുമ്പൻ രാമൻ നായർ എന്നാണ് ആ കഥയിലെ നായകന്റെ പേര്. 402 പേരുള്ള ബുക്കാണ് കേട്ടോ. പെട്ടെന്ന് പേര് ഇരുമ്പൻ രാമൻ നായർ 1921 എവിടെ നിന്നോ പേടിച്ച് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഓടിക്കഴിഞ്ഞു. 1921 ഡേറ്റ് അറിയാമോ? മലബാറിലല്ല. വേള പറിച്ചതും ഞാനേ കീഴാളൻ, കന്നിമണ്ണിന്റെ ചേലാളൻ. തേവി നനച്ചതും കൊയ്തു മെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ച് വരമ്പായി കിടന്നതും ഞാനേ കീഴാളൻ, പുതുനെല്ലിന്റെ കൂട്ടാളൻ. ചേറുക വെട്ടിക്കുഴച്ചു ചതുരത്തിൽ സൂര്യനെ കാണിച്ചുണക്കി അടുക്കി തീ കൂട്ടിച്ചുട്ടതും ഇഷ്ടിക കൂമ്പാരം തോളിലെടുത്ത് നടന്ന് തളർന്നതും ചാന്തും കരണ്ടിയും തൂക്കും മുഴക്കോലും ചന്തവും ചാലിച്ച് വീട് പണിഞ്ഞിട്ട് ആകാശക്കൂരയിൽ അന്തിയേരിച്ചതും ഞാനീ കീഴാളൻ, നെടുന്തൂണിന്റെ കാലാളൻ. 7:23 CD Net News, പുല്ലുകുളങ്ങര.